ഹായ് നമസ്കാരം, അഭിലാഷ് ചേട്ടൻ, അതുപോലെ നമ്മുടെ ബദ്രി ചേട്ടൻ, നമ്മുടെ റാമുണ്ട്. ചേട്ടാ ഒരു ഫോട്ടോ കണ്ടായിരുന്നല്ലോ ഫോണിൽ. അത് വീഡിയോ നമ്മുടെ അബീക്കാൻ ഓർമ്മ വരുന്നു, ആമിനത്താത്ത. എന്താണത്? എന്താണ് സംഭവം? മിമിക്രി ഷോ ആണോ അത്? എന്തെങ്കിലും ആമിനത്താത്ത വീണ്ടും തിരിച്ചു വരാണ്. വീണ്ടും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള, പിന്നെ അബീക്കായും സാജു കുടിയൻ ചേട്ടനൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളൂ. അവരൊക്കെ കണ്ടുപിടിച്ചായിരുന്നല്ലോ. അപ്പൊ എന്തായാലും അല്ലേ, അതൊരു പെർഫോമൻസ് വേറെ ലെവലായിരിക്കും അല്ലേ? തീർച്ചയായും. അബീക്ക, നിങ്ങളുടെ അനുഗ്രഹം നല്ല റാമിന് ഉണ്ടാവണം അല്ലേ ചേട്ടാ? അബീക്ക ഒരുപാട് നാടായ മൂവാറ്റിൽ വെച്ച് തന്നെ അതിന് പറയാൻ പറ്റില്ല, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പല വേദികളിലും പിടിച്ച് മിമിക്രി 2 സൗണ്ട് ആണെങ്കിലും എടുക്കാനുള്ള ഒരു അവസരം ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുവാണ്. നല്ലൊരു കലാകാരൻ, നല്ലൊരു മനുഷ്യരായിരുന്നു. കലാകാരന്മാർ ഒരുപാട് സ്നേഹിക്കുന്ന ആളായിരുന്നു. ഞാൻ ഒരുപാട് കാസറ്റുകൾ അദ്ദേഹത്തോട് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അത് അപ്പൊ ഞാൻ അസൂയപ്പെടണം എന്തായാലും. കാരണം വെച്ചാൽ അതൊരു വലിയ ഭാഗ്യം. ഇപ്പൊ മണിച്ചേട്ടന്റെ കൂടെ ഒരു മിമിക്രി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടുന്നവരുണ്ട്. മണിച്ചേട്ടന്റെ പാട്ട് മണിച്ചേട്ടൻ പാടിയ പാട്ടില്ലേ, ആ പാടിയ പാട്ട് മണിച്ചേട്ടന്റെ ശബ്ദം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ മഹാഭാഗ്യമായിട്ട് എനിക്ക് വസന്തലക്ഷ്യയിലെ മണിച്ചേട്ടന്റെ മുമ്പിൽ പെർഫോമൻസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ മണിച്ചേട്ടന്റെ മുമ്പിൽ വസന്തലക്ഷ്യയിൽ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടാ ഇനി ശരിയാവാനുണ്ട് എന്ന് പറഞ്ഞ് നീ ഇനി ട്രൈ ചെയ്യണമെന്ന് ഉപദേശിച്ചു. പക്ഷെ ഞാൻ വേറൊരു നടന്റെ മുമ്പിൽ ചെയ്തപ്പോൾ പുള്ളി അറിയാം, എൻ്റെ മകൻ ഇതിൽ നന്നായിട്ട് ചെയ്യുന്ന പറയാൻ എന്നെ നിരാശപ്പെടുത്തി. ആ നടൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ നടൻ്റെ മകൻ ഇന്ന് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറാണ്, എന്തെങ്കിലാട്ടെ. പക്ഷേ മണിച്ചേട്ടൻ പറയുന്ന പറഞ്ഞാൽ നീ ഇനി ചെയ്യണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് തന്നു. മനസ്സിലായില്ലേ? 1-2 തവണ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അത് എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ്. കാരണം എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തു ഞാനിങ്ങനെ ഷെയ്ക്കാൻ്റെ കൊടുത്തേ. ഇരുമ്പേ പിടിക്കില്ല നമ്മൾ. എൻ്റെ പൊന്നടാ, ഇരുമ്പിൽ നമ്മൾ പിടിക്കുന്ന അവസ്ഥ, അതുപോലത്തെ പവർ ആണ് മണിച്ചേട്ടൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. തീർച്ചയായിട്ടും. അപ്പൊ ഓടേണ്ട ഓടി തളരണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. താങ്ക് യു.